നമസ്കാരം. ഇപ്പോൾ നമുക്ക് കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമുണ്ട്. പി വി അൻവറോട് നിൽക്കട്ടെ. പി വി അൻവർ വലിയ ചർച്ച തന്നെയാണ്, അത് പറയുന്നില്ല, ചർച്ച അല്ല എന്ന് പറയുന്നില്ല. മറ്റൊരു തരത്തിൽ ഇപ്പോൾ വലിയ ചർച്ച കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പി BJP-യുമായി നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് സമയവും BJP-യിലേക്ക് ചാടുമെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ ശശി തരൂരാണ് എന്നുള്ളതും അറിയാം. ശശി തരൂർ ഏത് നിമിഷവും BJP-യിലേക്ക് ചാടുമെന്നും അവിടെ നിന്ന് കിട്ടാൻ പോകുന്ന എന്ത് നല്ല കാര്യവും നേടിയെടുക്കാൻ തയ്യാറാണ് എന്നും ഒക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതേസമയം ശശി തരൂരിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അങ്ങനെ BJP-യിലേക്ക് ചാടാൻ യാതൊരു നിർവാഹവുമില്ല, അങ്ങനെ ഒരു തെറ്റ് തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ഒരു വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. തെക്കൻ ജില്ലകൾ എന്നാണ് പത്രത്തിൽ വന്നിരിക്കുന്ന ഒന്ന്. തരൂരിനെ നമ്മൾ എന്തിനു സംശയിക്കണം? തെക്കൻ ജില്ലകൾ എന്ന് പറയുമ്പോൾ അതിൽ തിരുവനന്തപുരം മാത്രമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. തെക്കൻ ജില്ല ആരംഭിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. നമുക്ക് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, ഈ 4 ജില്ലകൾ ചേർത്തിട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത് തെക്കൻ ജില്ലകൾ എന്ന് പറയുന്നത്. ബാക്കി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മധ്യ കേരളമായി, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ വടക്കൻ കേരളം, ഉത്തര കേരളമായി. അപ്പോൾ അങ്ങനെ തെക്കൻ കേരളത്തിൽ നിന്ന് 4 ജില്ലകളാണ് നമ്മുടെ പരിഗണനയിൽ വരുന്നത്. ഇതിൽ ആദ്യത്തെ ജില്ല നമുക്കൊന്ന് ആലോചിക്കാം, ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയെ നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാവുന്ന പോലെ KC വേണുഗോപാലാണ് നിലവിൽ MP ആയിട്ടുള്ളത്. വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ ആലപ്പുഴയിൽ നിന്നും AM ആരിഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് എത്തിയ ഒരു നേതാവാണ് KC വേണുഗോപാൽ. AICC ജനറൽ സെക്രട്ടറി പദവി വഹിക്കുന്ന ഒരാൾ കൂടിയാണ്, നമുക്കറിയാം. ഇതിനിടയിൽ ഒരു ചർച്ച, ആ സമയത്ത് അദ്ദേഹം KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ആ സമയത്ത് ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു. അതായത് രാജസ്ഥാനിൽ ഒരു MP സ്ഥാനം, അദ്ദേഹം MP ആയിരുന്നു, രാജ്യസഭ MP ആയിരുന്നു. അപ്പം അദ്ദേഹം ഈ ലോക്സഭയിലേക്ക് കയറുമ്പോൾ രാജ്യസഭ MP സ്ഥാനം രാജിവെക്കണം, അവിടെ BJP-യിലെ ഒരാൾ കയറും, നോമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം അന്ന് ഏറെക്കുറെ വലിയ ചർച്ചയായി. അപ്പോൾ BJP-കാരനായ ഒരു MP-യെ രാജ്യസഭയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് KC വേണുഗോപാൽ ഇവിടെ ആലപ്പുഴയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് മത്സരം നടത്തി എന്നുള്ള നിലയിൽ ആ സമയങ്ങളിലെല്ലാം ഒരു വലിയ പ്രചരണം നടന്നിരുന്നു. സംഭവം അതുപോലെ തന്നെ നടന്നു. ഇവിടെ ലോക്സഭയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭ MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു BJP-കാരൻ, ഒരു BJP ആയിട്ടുള്ള MP രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്തു രാജസ്ഥാനിൽ. നമുക്കതറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് KC വേണുഗോപാലിനെ സംശയിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. പണ്ട് കർണാടകയിൽ നടന്ന ഒരു ഈ MLA-മാരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. MLA-മാരെ വിലക്കെടുക്കാൻ വേണ്ടി ചാക്ക് നിറച്ച് പണവുമായി BJP-കാർ ഓടി നടന്ന ഒരു സമയത്ത് ഒരു റിസോർട്ട് രാഷ്ട്രീയം, അവരെല്ലാം കൂടെ ഒരു വണ്ടിയിൽ കയറ്റി ഒരു റിസോർട്ടിൽ കൊണ്ടുവന്ന് അവിടുത്തെ കോൺഗ്രസ് MLA-മാരെ താമസിപ്പിച്ച ചരിത്രമുള്ള ഒരാളാണ് KC വേണുഗോപാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് കോൺഗ്രസിനോട് ഇനിയിപ്പോൾ മല്ലികാർജുൻ ഖാർഗെ വിട്ടുപോയാലും രാഹുൽ ഗാന്ധി കോൺഗ്രസ് വിട്ടുപോയാലും ഈ പറയുന്ന KC വേണുഗോപാൽ കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. അതുകൊണ്ട് ഈ പേരിൽ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ഒരു MP എന്നുള്ളതിൽ നിന്ന് നമുക്ക് തൽക്കാലം വേണമെങ്കിൽ KC വേണുഗോപാലിനെ ഒഴിവാക്കി നിർത്താം. കാര്യം ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ജയിക്കുന്നതിന് വേണ്ട എല്ലാ നീക്കങ്ങളും നടത്തിയ ഒരാൾ തന്നെയാണ് KC വേണുഗോപാൽ എന്ന് നമുക്കറിയാം. അവിടെ മല്ലികാർജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വളരെ വിശ്വസ്തനായ ഒരു നേതാവാണ് KC വേണുഗോപാൽ. ആ നിലയ്ക്കാണ് KC വേണുഗോപാലിനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിട്ടുപോകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അത് മാത്രവുമല്ല, ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആലപ്പുഴയിൽ നമുക്കൊരു ഉപതെരഞ്ഞെടുപ്പും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകാം KC വേണുഗോപാൽ. അപ്പോൾ ഇത്രയും അനുകൂല ഘടകങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാലിന് ഒരിക്കലും കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് BJP-യിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് നമുക്ക് നോക്കാം. പിന്നെ അടുത്ത് വരുന്ന പത്തനംതിട്ടയാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ ലോക്സഭയിലുള്ള MP. ഒരു MP എന്നുള്ള നിലയിൽ വലിയ പ്രവർത്തനവും നടത്തിയില്ല എന്ന് മാത്രമല്ല, അവിടെ MP-യെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടക്കാർ പത്രത്തിൽ പരസ്യം ചെയ്യുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു സമയമൊക്കെ നമുക്കറിയാവുന്നതാണ്. കാര്യം അത്രത്തോളം പത്തനംതിട്ടക്കാർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു MP ആയി ഇദ്ദേഹം മാറിയിരുന്നു, ആന്റോ ആന്റണി മാറിയിരുന്നതായി നമുക്കറിയാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി അവിടെ BJP-യുടെ ഒരു വലിയ നേതാവിനെ, അനിൽ ആന്റണിയെ പോലെ ഒരു നേതാവിനെ, AK ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയെ പോലൊരു നേതാവിനെ അവിടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ചു വന്നത്. ഇനി എങ്ങനെ ആന്റോ ആന്റണിയെ സംശയിക്കണോ? എന്നാൽ ആന്റോ ആന്റണിയെയും ചെറിയ തോതിൽ സംശയിക്കേണ്ടി വരും. കാരണം PC ജോർജ് ഇപ്പോൾ അവരുടെ തട്ടകത്തിലാണ്, അതായത് BJP-യുടെ തട്ടകത്തിലേക്ക് ചേർന്നു. PC ജോർജിന് പത്തനംതിട്ട മണ്ഡലം വലിയ കണ്ണുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ അത് നടക്കാതെ പോയത് അനിൽ ആന്റണിക്ക് അവിടെ കൊടുക്കാൻ BJP തയ്യാറായതുകൊണ്ടാണ്. ആ സമയത്തുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാവുന്നതുമാണ്. എന്നാൽ PC ജോർജിനെ പാർട്ടിയിലേക്ക് ആളെ കയറ്റുന്നതിന് വേണ്ടി വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം, BJP-ക്ക് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന PC ജോർജ് വഴി ആ ആന്റോ ആന്റണിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയും, BJP-യിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിയുണ്ട്. അത് മാത്രമല്ല, ഒരു സഹമന്ത്രി സ്ഥാനമായിരിക്കും ആന്റോ ആന്റണിക്ക് ഓഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആന്റോ ആന്റണിക്ക് കോൺഗ്രസിനെ തള്ളിപ്പറയേണ്ടി വരും, 100% ഉറപ്പാണ്. അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഈ പറയുന്ന പോലെ ആന്റോ ആന്റണിയെ സംശയിക്കാൻ വേണ്ടി അവിടെയുണ്ട്. അത് മാത്രമല്ല, ഒരു പ്രസംഗത്തിനിടയിൽ KPCC അധ്യക്ഷൻ K സുധാകരന് പകരം അദ്ദേഹം പറഞ്ഞത് K സുരേന്ദ്രൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്നും ഉള്ളിൽ കിടന്നതിന് തികട്ടി ആ സമയത്ത് പ്രസംഗിച്ചതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പറയുന്ന പോലെ K സുരേന്ദ്രൻ K സുരേന്ദ്രൻ K സുരേന്ദ്രൻ എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ K സുരേന്ദ്രനാണ് എന്നുള്ള നിലയിൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഒരുപക്ഷെ ആന്റോ ആന്റണിക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു പ്രസംഗത്തിനിടയിൽ, അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസംഗത്തിനിടയിൽ KPCC അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്ന് പറഞ്ഞത്. പിന്നീടാണ് K സുധാകരൻ എന്ന് അദ്ദേഹം തിരുത്തി പറയുന്നത്. അപ്പം അങ്ങനെയും നമുക്ക് ആന്റോ ആന്റണിയെ സംശയിക്കാം. അത് മാത്രമല്ല, പല കോൺഗ്രസിലെ പല നേതാക്കന്മാരും, വലിയ നേതാക്കന്മാർ മുതൽ ചോട്ടാ നേതാക്കന്മാർ വരെ BJP-യുമായി വളരെ ശക്തമായ രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആന്റോ ആന്റണിയെയും നമുക്ക് ഇക്കാര്യത്തിൽ സംശയിക്കാം. അപ്പോൾ 4 പേരുടെ കൂട്ടത്തിൽ ഒരാളുടെ മേലെ നമുക്കിപ്പോൾ സംശയമായി കഴിഞ്ഞു. KC വേണുഗോപാലിനെ നമ്മൾ സംശയിക്കുന്നില്ല. കാര്യം രാഹുൽ ഗാന്ധി പാർട്ടി വിട്ടു പോയാലും പാർട്ടി വിടാൻ കഴിയാത്ത ഒരാളാണ് KC വേണുഗോപാൽ. അത് KC മാറ്റി നിർത്താം. ഇനി അടുത്തതായി വരുന്നത് പത്തനംതിട്ട കഴിഞ്ഞ് കൊല്ലത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. അപ്പോൾ കൊല്ലം ജില്ലയിൽ അവിടെ കൊല്ലത്തിൻ്റെ മുഖം എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് NK പ്രേമചന്ദ്രൻ MP-യാണ്. NK പ്രേമചന്ദ്രനെ സംശയിക്കാൻ കഴിയുമോ? ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. ഈ പറയുന്ന പോലെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം NK പ്രേമചന്ദ്രന് നരേന്ദ്രമോദി വെച്ച് നീട്ടിയാൽ ഉറപ്പായും പോയിരിക്കും. നരേന്ദ്രമോദിയും NK പ്രേമചന്ദ്രനും തമ്മിലുള്ള അടുപ്പം അത്രത്തോളം വലുതാണ്. കുണ്ടറ മേൽപ്പാലത്തിന്റെ, റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് നരേന്ദ്രമോദിയെ ഏറെ പ്രശംസിച്ച ഒരാളാണ് നമ്മുടെ NK പ്രേമചന്ദ്രൻ. അപ്പോൾ അത് മാത്രമല്ല, നരേന്ദ്രമോദി ആഹാരം കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ അവിടേക്ക് പോവുകയും അവിടെ പോരുന്ന അദ്ദേഹത്തിനോടൊപ്പം ആഹാരം കഴിക്കുകയും ചെയ്ത ഒരു നേതാവാണ് NK പ്രേമചന്ദ്രൻ. ആ സമയത്തും അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട്, കൊല്ലത്ത് നിന്നുകൊണ്ട് UDF-ന്റെ MP ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത ഒരു ഘട്ടം കൂടി നോക്കാം. NK പ്രേമചന്ദ്രനെ നോവിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും ഒടുവിൽ കൊണ്ട് എന്നെത്തിച്ചു BJP-ക്കാർ. അതാരെയാണ്? കൃഷ്ണകുമാറിനെ അവിടെ മത്സരിപ്പിച്ചു. കൃഷ്ണകുമാർ നിൽക്കുന്നിടത്ത് ഒന്നും ഇവിടെ ഈ പറയുന്ന പോലെ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് BJP-ക്കാർക്ക് പോലും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു നേതാവാണ്. എന്നിട്ട് പോലും അവിടെ കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചു. എന്തായിരുന്നു അതിനകത്തിലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് നമുക്ക് ഊഹിക്കാം. ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി നിർണയം നടത്തിയ മണ്ഡലങ്ങളിൽ ഒന്ന് ഈ പറയുന്ന കൊല്ലമാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. അതുവരെ അവിടെ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് BJP. പല ഘട്ടങ്ങളിലായി അവിടെ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും അവിടെ ഏറ്റവും വൈകി മാത്രം അവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തി. തിരുവനന്തപുരത്തുകാരനായ ഒരു BJP നേതാവിനെ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചലച്ചിത്ര താരത്തെ അവിടെ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറയുന്നതാകും ശരി. കൊല്ലംകാർക്ക് അദ്ദേഹത്തെ അപൂർവം ചില സിനിമകളിലോ ഏതാനും സീരിയലുകളിലോ മാത്രമേ കണ്ടു പരിചയമുള്ളൂ. എന്നിട്ട് പോലും കൃഷ്ണകുമാറിനെ NK പ്രേമചന്ദ്രനെ പോലെ, മുകേഷിനെ പോലെ 2 പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് മൂന്നാമനായി കൊണ്ടിറക്കാൻ BJP എന്തുകൊണ്ട് തയ്യാറായി എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ആ കൊല്ലം മണ്ഡലം പിടിക്കാനാണെങ്കിൽ ഏതെങ്കിലും കഴിവുറ്റ ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതിന് BJP തയ്യാറായില്ല. പകരം കൃഷ്ണകുമാറിനെ അവിടെ മത്സരിപ്പിക്കുകയും അതിൻ്റെ ഫലമായി BJP-യുടെ വോട്ടുകൾ കൂടി NK പ്രേമചന്ദ്രനിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളായിരുന്നു, അല്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ നടത്തിയ ശ്രമങ്ങളായിരുന്നു നരേന്ദ്രമോദിയെ പൊക്കിപ്പറയലും. ഏതൊരു കാര്യം വന്നാലും നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല 4 വാക്ക് പറയാതെ NK പ്രേമചന്ദ്രൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാറില്ലായിരുന്നു.
അത്യാവശ്യം UDF-ന് വേണ്ടി മാത്രമാണ് ഫാസിസം, ഫെഡറലിസം, കുന്തം കുടച്ചക്രം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഫലത്തിൽ നമുക്ക് NK പ്രേമചന്ദ്രനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സംശയിക്കാൻ കഴിയുന്ന ഒരാളും NK പ്രേമചന്ദ്രനാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും NK പ്രേമചന്ദ്രൻ BJP പാളയത്തിലേക്ക് പോവുക അധികം ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി മാറില്ല. കാര്യം നരേന്ദ്രമോദിയും അതായത് പ്രധാനമന്ത്രിയും NK പ്രേമചന്ദ്രൻ MP-യും തമ്മിലുള്ള ബന്ധം അത്രത്തോളം സുദൃഢമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് BJP-ക്ക് എളുപ്പത്തിൽ ഒരു മന്ത്രിസ്ഥാനമോ കേന്ദ്രമന്ത്രിസ്ഥാനമോ സഹമന്ത്രിസ്ഥാനമോ വെച്ച് നീട്ടിക്കൊണ്ട് ഈ പറയുന്ന NK പ്രേമചന്ദ്രനെ അവിടേക്ക് മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ BJP-യിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നാലും അത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഫലവത്തായിരിക്കും, 100% ഉറപ്പാണ്. ഇനിയും നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ കൊല്ലം കഴിയുന്നു, നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശശി തരൂർ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്ത് 4ാമത്തെ ടൈമിലാണ് അദ്ദേഹം ഇപ്പോൾ മത്സരിച്ച്. ഇനിയും ഒരു ഘട്ടത്തിലും ഒരു പാർലമെന്ററി മോഹം കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂരിന് ലഭിക്കില്ല. ശശി തരൂരിനെ മികച്ച ഒരു നേതാവായി പോലും കോൺഗ്രസ്സുകാർ ഇന്ന് വരെ പരിഗണിച്ചിട്ടില്ല. നമുക്കറിയാം മലബാർ പര്യടനം എന്ന് പറയുന്ന ഒരു പര്യടനം ശശി തരൂർ പ്രഖ്യാപിച്ചിരുന്നു, നടപ്പാക്കിയിരുന്നു. അന്ന് ഒട്ടുമിക്ക ആൾക്കാരെയും അദ്ദേഹം നേരിട്ട് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ശശി തരൂരിനെ കുറിച്ച് VD സതീശൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത്, മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണാണ് ശശി തരൂർ എന്നുള്ള നിലയിലാണ് പറഞ്ഞു വെച്ചത്. അതായത് എപ്പോൾ വേണമെങ്കിലും ആ ബലൂൺ പൊട്ടിപ്പോകാം എന്നുള്ള നിലയിലാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ശശി തരൂരിനെ ഈ കാര്യത്തിൽ നമുക്ക് കൂടുതൽ സംശയിക്കാം. പാർലമെന്ററി മോഹം അതോടുകൂടി തീരുന്നു. പിന്നെ എവിടെ മത്സരിക്കും, എങ്ങനെ മത്സരിക്കും? ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറായി ശശി തരൂർ വന്നെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ കോൺഗ്രസ്സുകാർ ശശി തരൂരിന് പാലം വലിക്കും. കാര്യം കേരളത്തിലുള്ള ഒട്ടുമിക്ക ചെറുപ്പക്കാരും ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വോട്ട് മറിയുന്ന മുഴുവൻ ശശി തരൂരിന് അനുകൂലമായി വോട്ട് വീഴും എന്നുള്ള കാര്യം കൃത്യമായി അറിയാം. അദ്ദേഹം ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയാണ് എന്നുള്ളതും അറിയാം. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച പോലെ ശശി തരൂർ വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തെ നരേന്ദ്രമോദിയെ തേൾ എന്ന് വിളിച്ചിരുന്നു. ശിവലിംഗത്തിന് മുകളിലെ തേളാണ് നരേന്ദ്രമോദി എന്ന് വിളിച്ചിരുന്നു. അതിനെതിരെ പരാതിയും കേസും ഒക്കെ പോയി. ഇപ്പൊ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കാനുള്ള നീക്കവും നടക്കുന്നു ശശി തരൂരിനെ. അപ്പൊ അതായത് BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളിൽ അല്ലെങ്കിൽ BJP-ക്ക് എതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള കേസുകളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നീക്കം BJP തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പറയുന്ന ഒരു അടിയൊഴുക്കിൽ ഈ പറയുന്ന 3 പേരെയും നമുക്ക് സംശയിക്കാൻ കഴിയും. ആന്റോ ആന്റണിയെയും NK പ്രേമചന്ദ്രനെയും ശശി തരൂരിനെയും നമുക്ക് സംശയിക്കാൻ കഴിയും. കാര്യം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കേസുകൾ, ശശി തരൂരിനെതിരെ ഉണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കപ്പെട്ടു. അപ്പോൾ അതോടുകൂടി ശശി തരൂരിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇനിയില്ല, ആ കേസുകൾ ഇനിയില്ല. അത് നരേന്ദ്രമോദിയെ വിളിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ് ശിവലിംഗത്തിന് പുറത്തെ തേളെന്ന്. അപ്പോൾ തേളിനോട് ഉപമിക്കുകയും അത് എന്നിട്ട് പറയുകയും ചെയ്തു, നമ്മൾ കൈകൊണ്ടെടുത്ത് കളഞ്ഞാൽ അത് കുത്തും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മരണം സംഭവിക്കും, അപകടം ഉണ്ടാകും, ചെരുപ്പ് കൊണ്ട് അടിക്കാൻ കഴിയില്ല. അപ്പൊ അത്രത്തോളം നീചനായ ഒരാളാണ് നരേന്ദ്രമോദി എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെ അത്ര നീചമായ ഒരു പരാമർശത്തെ പോലും ഈ ഒന്ന് കുറ്റമല്ല എന്നാക്കി BJP ഇപ്പോൾ കാണുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കാനുള്ള നീക്കവും നടന്നു വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ശശി തരൂരിന് പൊതുവെ ഒരു സംഘപരിവാർ രാഷ്ട്രീയം കടന്നു വന്നു കഴിഞ്ഞാലും നമുക്ക് സംശയിക്കേണ്ടതില്ല. കാര്യം ഇപ്പം ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ ഒരു നേതാവായി അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ക്രൗഡ് പുള്ളറായി അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാം തിരുവനന്തപുരം മണ്ഡലത്തിൽ പലയിടങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കാൻ പോയപ്പോൾ പ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തെ കൂവിപ്പായിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും ചേർന്ന്. തിരുവനന്തപുരത്തുകാർക്കറിയാം തിരുവനന്തപുരത്ത് എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോഴും ശശി തരൂരിന് പറയാനൊന്നുമില്ല. കഴിഞ്ഞ 15 വർഷം ശശി തരൂർ മണ്ഡലത്തിന്റെ അധിപനായിരുന്നിട്ട് പോലും MP ആയിരുന്നിട്ട് പോലും തിരുവനന്തപുരത്തിന് എന്ത് കിട്ടി? ഇപ്പോൾ മാത്രമാണ് ആ നിയമത്തിന് തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളിക്ക് തിരുവനന്തപുരം നോർത്ത് എന്നും പേര് കൊടുക്കുന്നത് പോലും. ഇപ്പോഴും ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ, ഒരു തീവണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് മുൻപ് അത് മണിക്കൂറുകളോളം പല സ്റ്റേഷനുകളിലും പിടിച്ചിട്ട്
ഒടുവിൽ മാത്രമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ വികസനം വരുത്തി അല്ലെങ്കിൽ വികസന നായകൻ എന്നൊക്കെ പറഞ്ഞ് ശശി തരൂരിനെ അത്രത്തോളം ഉദ്ഘോഷിക്കാനൊന്നും കഴിയില്ല. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിൽ നിൽക്കുമ്പോൾ നമ്മളുടെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന 4 പേരാണ്. 4 പേരല്ല 3 പേരാണ്. 4ൽ 3 പേര്. നമുക്ക് ഇദ്ദേഹത്തെ KC വേണുഗോപാലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാലും 3 പേർക്ക് BJPയിലേക്കുള്ള പ്രവേശനം ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും സാധ്യമാണ്. കാര്യം നിലവിലുള്ള സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പലരും ഈ പറയുന്ന അധികാരം കയ്യിലുണ്ടാവണം, വെറും ഒരു MP സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാൽ എന്താ പുളിക്കുവോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.